കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് നമ്മുടെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ്. എന്തിനെ നമുക്ക് ഇങ്ങനെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് നമുക്ക് ലീനിയർ പ്രോഗ്രാമിൻ്റെ ആൻസർ ഇൻറ്റിജർ അല്ല കിട്ടിയിരിക്കുന്നത്, നമുക്ക് ഇൻറ്റിജർ ആക്കി മാറ്റണമെങ്കിൽ അതാണ് അതിനുള്ള വേറൊരു മെത്തേഡാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ്. സോ നമ്മളിത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയണത്. അതായത് ജനറലി ഈ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പഠിക്കണേ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിൾ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. മിനിമൈസ് f is equal to minus 3x1 minus 4x2. ഞാൻ വീണ്ടും എഴുതാം, ശരിക്കും നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെയാണ്. Subject to 2x1 plus 4x2 less than or equal to 13 minus 2x1 plus x2 less than or equal to 2, 2x1 plus 2x2 greater than or equal to 1, 6x1 minus 4x2 less than or equal to 50. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x1 x2 greater than or equal to 0, x1 x2 ഇൻറ്റീജേഴ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു ഇൻറ്റീജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മാറി. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇതിൽ മറ്റേതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിമ്പിളാണ്. അത് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡിനെക്കാട്ടിയും കുറച്ചുകൂടി സിമ്പിൾ ഇതാണ്. അപ്പോൾ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത് കേട്ടോ. വെറുതെ ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ്, അതായത് ജസ്റ്റ് അവർ പറയുന്നില്ല, ഇതിങ്ങനെ തന്നിട്ട് ലാസ്റ്റ് x1 x2 ഇൻറ്റിജേഴ്സ് എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം ഇതെന്താണ്, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ്, ILP ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. എന്നിട്ട് വെറുതെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പം, എനിക്ക് എൻ്റെ ഒരു ഇതിന് എളുപ്പം ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി ഈ ലീനിയർ ലാസ്റ്റത്തെ കണ്ടീഷൻ ഇല്ലാണ്ട് ഈ ഒരു നോർമൽ LPക്ക് സൊല്യൂഷൻ കാണും. ഇത് 2 വേരിയബിളിൻ്റെ LP ആയതുകൊണ്ട് നമുക്ക് നോർമലി 2 വേരിയബിൾസ് ആകുമ്പോൾ ഗ്രാഫ് വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും. ഗ്രാഫ് വെച്ചിട്ട് ഗ്രാഫിക്കലി സിംപ്ലക്സ് വെച്ചിട്ട് ചെയ്യാം, പക്ഷേ സിംപ്ലക്സിനെക്കാട്ടി എനിക്ക് തോന്നുന്നു എളുപ്പം ഗ്രാഫിക്കലിയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. മറ്റേതിൽ എന്തായാലും സിംപ്ലക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൽ എങ്ങനെയായാലും ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് ഗ്രാഫിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് പ്രത്യേകം പറയണ്ടല്ലോ, ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് അറിയാലോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. എനിക്ക് കിട്ടിയത് സൊല്യൂഷൻ f is equal to minus 33/2 with x1 equal to 7/2, x2 equal to 3/2. ഇങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടിയത്, സൊല്യൂഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ സൊല്യൂഷൻ എന്താ കിട്ടിയത്. സോ ഇത് രണ്ടും എന്തല്ല, x1 x2 ഇൻറ്റീജർ അല്ല, അതുകൊണ്ട് നമുക്കിത് ILPയുടെ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ ചെയ്യാം അല്ലേ, ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൽ ഒന്നാമത്തെ സർക്കിളാണത്. ഇപ്പം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഇവിടെ എഴുതി വയ്ക്കുക. x1 equal to 7/2, x2 equal to 3/2, പിന്നെ LB അതാണല്ലോ ലോവർ ബൗണ്ട് ആണല്ലോ, മിനിമൈസ് ചെയ്യുമ്പോൾ കിട്ടിയത് ആൻസർ. അപ്പോൾ അതായിരിക്കും ആ -33/2 ആയിരിക്കും ഇതിൻ്റെ ലോവർ ബൗണ്ട് വരിക. ഇതോടെ ഈ സർക്കിളിൻ്റെ വലിയ സർക്കിൾ വരച്ചോട്ടെ, ഇതിപ്പോൾ ചെറിയ സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ സൈഡിൽ ഇത് എഴുതി വയ്ക്കാം. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിനെ 2 പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്ന പേര് വരാൻ തന്നെ കാരണം. നമ്മൾ ഇതിനെ 2, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് 2 പ്രോബ്ലം ആക്കുന്നത് വെച്ചാൽ ഇതിൽ 2 നോൺ ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഇപ്പോൾ ഞാൻ x1 equal to 7/2 ആണ് കൺസിഡർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ x2 equal to വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അത് നോക്കണ്ട, x1 equal to 7/2 ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ x1 equal to 7/2 എന്ന് പറഞ്ഞാൽ എന്താ, 3.5 അല്ലേ. എന്ന് വെച്ചാൽ x1 എടുക്കുന്നത് 3 less than x1 less than 4, 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്, x1 കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രാഞ്ചിലെ ഒരു പുതിയ കൺസ്ട്രെയിൻ, ഏത് x1 less than or equal to 3 എന്ന് പറയുന്ന കൺസ്ട്രെയിനും ഈ ബ്രാഞ്ചിലെ x
x1 greater than or equal to 4 എന്ന് പറയുന്ന രണ്ട് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ x1 വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ നോക്കിയേ, x1 3ന്റെ ഇപ്പുറത്താണ് വരേണ്ടത്, അത് ശ്രദ്ധിച്ചോളാം. 3ന്റെയും 4ന്റെയും നടുക്കിലാണെങ്കിൽ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ഉം. ഈ രണ്ട് കണ്ടീഷൻസും കൂടി നമ്മൾ രണ്ട് പ്രോബ്ലം ആയിട്ട്, അപ്പോൾ ഇതിനെ 1 എന്ന് വിളിക്കും, ഇതിനെ 1 2 എന്ന് വിളിക്കും. 1ൽ നിന്ന് രണ്ട് ബ്രാഞ്ചസ് വന്നല്ലേ, സോ ഇതിനെ ഞാൻ 1 1 എന്ന് വിളിച്ചു, 1 2 എന്ന് വിളിക്കും. ഇനി ഇത് ഇപ്പൊ 1 1 എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ ഇപ്പൊ എന്തായി, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഇല്ലേ മിനിമൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ എടുക്കുന്നത് ഇതുവരെയുള്ളത്, അതിന്റെ കൂടെ ഞാൻ ഒരു കൺസ്ട്രെയിനും കൂടി x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഈ പുതിയ കൺസ്ട്രെയിനും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഗ്രാഫിക്കലി അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ സൊല്യൂഷൻ ആവും കിട്ടുക അല്ലെ. ഒരു കൺസ്ട്രെയിനും കൂടി വന്നാൽ അതിനനുസരിച്ച് ബൗണ്ടറീസ് ഒക്കെ മാറും. അപ്പൊ എനിക്ക് വേറെ സൊല്യൂഷനാണ്. അപ്പൊ എനിക്ക് കിട്ടിയ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെക്കുക. എനിക്ക് കിട്ടിയത് x1 ഈക്വൽ ടു 3, x2 equal to 7/4 and ലോവർ ബൗണ്ട് ആയിട്ട് കിട്ടിയത് -16 ആണ്. ഓക്കെ, ഇനി അതേപോലെ ഈ x1 equal to 3 കൊടുക്കണ്ട, അത് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, x1 equal to 4 എന്ന് പറയുന്ന അല്ല x1 greater than or equal to 4 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ള കൺസ്ട്രെയിൻസിൻ്റെ കൂടി ഈ കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, അത് നോർമലി ചെയ്യാട്ടോ, ഗ്രാഫിക്കലി ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഈ കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫീസിബിൾ ആണ്. നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ ഇതിന്റെ കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും നമ്മൾ. സോ ഇത് ഇൻഫീസിബിൾ ആണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇൻഫീസിബിൾ ആകുമ്പോൾ അവിടെ വെച്ച് ഇനി ഇത് നമുക്ക് ഇനി ഇതിന്ന് ഫർദർ പ്രൊസീജിങ്സ് ഇല്ല. ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഇനി നമുക്ക് അധികം വേറെ ബ്രാഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. എവിടെയാ, കാരണം അത് അവിടെ ഇൻഫീസിബിൾ ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്രിയൂൺ. അവിടെ പ്രിയൂണ്ടായി. ഇനി ഇതിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബ്രാഞ്ചിന് ഇനി നോക്കണ്ട. ഇനി നമ്മൾ ഈ ബ്രാഞ്ചിലേക്ക് വരുന്നു. ഈ ബ്രാഞ്ചിലെ വീണ്ടും സൊല്യൂഷൻസ് നോക്കുക. x1 രണ്ടും ഇന്റീരിയർ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. ഇന്റീരിയർ സൊല്യൂഷൻ അല്ല വെച്ചെങ്കിൽ അതെ ഇത് ഇന്റീരിയർ സൊല്യൂഷൻ ആയി. അടുത്തത് നോക്കിയേ, x2 ഈക്വൽ ടു 7/4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ 7/4 എന്ന് പറഞ്ഞാൽ എത്രയാ, എന്താ വാല്യൂ വരിക, എന്തിന്റെ ഇടയിൽ വരിക, 1 point something ആ വരിക അല്ലേ, 3.5ന്റെ ഹാഫ് 1.75 സംതിങ് ആ വരിക. അതായത് 1 ലെസ് ദാൻ x2 ലെസ് ദാൻ 2. അപ്പൊ 1 ലെസ് ദാൻ x2, അപ്പൊ 1ഉം 2ഉം ആണ് രണ്ട് ബൗണ്ടുകൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ രണ്ടിനെയും വീണ്ടും ഇതിനെ മാത്രം അത്യാവശ്യം ഇനി ചെയ്യണ്ട, ഇതിനെ മാത്രം വീണ്ടും രണ്ട് ബ്രാഞ്ച് ആക്കി തിരിച്ച് ആദ്യത്തെ അപ്പൊ 1 1 1 ഇവിടെ 1 1 2 1 1ൽ നിന്നുള്ള രണ്ട് ബ്രാഞ്ചസ് 1 1 1ഉം 1 1 2. ഏത് കൺസ്ട്രെയിൻ ആഡ് ചെയ്യുന്നു, x2 അല്ലേ, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം ഇവിടെ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് രണ്ടുമാണ് ആഡ് ചെയ്യണം. കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ ഇല്ലേ. അപ്പൊ ഓൾറെഡി ഉള്ള കൺസ്ട്രെയിൻസിന്റെ കൂടെ ഓൾറെഡി ആരെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഏതും കൂടി കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്യാം, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കൺസ്ട്രെയിനും കൂടി ജോയിൻ ചെയ്യാം. അതും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവും, അതിൽ ഈ വരയും കൂടി വരയ്ക്കാം. അപ്പൊ എന്താണ് ബേസിക് സൊല്യൂഷൻ മാറുന്നുണ്ടോ നോക്കുക, അതാണ് എളുപ്പ മെത്തേഡ്. അപ്പൊ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ലൈനും കൂടിയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 3 കിട്ടും, x2 ഈക്വൽ ടു 1 കിട്ടും, LB ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് -13 കിട്ടും. അതായത് എഫിന്റെ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ -13 കിട്ടും. അപ്പൊ നോക്കിയേ, ഇവിടെ രണ്ടും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം, പ്രോബ്ലം നിർത്താന്നല്ല, ഈ ബ്രാഞ്ചിങ് ഇവിടെ വെച്ച് നിർത്താം. ഇനി ലാസ്റ്റ് ഇത് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് നിർത്താം. ഇനി നമ്മൾ ഇപ്പുറത്തെ ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ ഇപ്പുറത്തെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ഇക്വേഷൻസിന്റെ കൂടെ x1 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രെയിനും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക നോക്കാം. അപ്പൊ നമ്മുടെ വാല്യൂ x1, അപ്പൊ ഇത് ഇൻഫീസിബിൾ ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് തോന്നുന്നു ഇത് ഇൻഫീസിബിൾ ആവില്ല. ഇത് ഇൻഫീസിബിൾ ആയ പോലെ എല്ലാതും ഇൻഫീസിബിൾ ആവണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് വേറൊരു സൊല്യൂഷനാണ് കിട്ടുക, x1 5/2, x2 2, ലോവർ ബൗണ്ട് -31/2. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി രണ്ടും ഇൻഡിജർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവിടെ വെച്ച് നിർത്താൻ പാടില്ല, ഇതും ഒരു സാധ്യതയാണ്. അപ്പൊ ഇവിടെയും സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ എന്തല്ല, രണ്ടും ഇൻഡിജർ അല്ല, ഇൻഡിജർ അല്ലാത്ത ഒരു ആളുണ്ട്. അപ്പൊ
നമുക്ക് എന്ത് ചെയ്യാം, ഈ ആളെ വീണ്ടും ബ്രാഞ്ച് ചെയ്യാം, ഈ ബ്രാഞ്ചിനെ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും 2 ബ്രാഞ്ചസ് കിട്ടും. 1 2, ഇത് 1 1 2ന്റെ ഒന്നാമത്തെ ബ്രാഞ്ച്, ഇത് 1 1 2ന്റെ രണ്ടാമത്തെ ബ്രാഞ്ച്. അങ്ങനെ 2 ബ്രാഞ്ചസ് കിട്ടി. ഈ ബ്രാഞ്ചിൽ എന്ത് കൊടുക്കും, ഇതിൽ ഇൻഡിജർ അല്ലാത്ത ആൾ x1 ആണ്. x1 5/2 ആണ്, എന്ന് വെച്ചാൽ 2.5. അപ്പൊ 2ന്റെയും 3ന്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്, x1 കിടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ബ്രാഞ്ചിൽ ആഡ് ചെയ്യേണ്ടത്, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഈ കൺസ്ട്രെയിൻ വരെ ആഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിന്റെ കൂടി ഈ കൺസ്ട്രെയിനും കൂടി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ആഡ് ചെയ്യുക. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ആരെയും കൂടി കൂട്ടുക, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 9/4. സെയിം മെത്തേഡ് തന്നെ കേട്ടോ. LB ഈക്വൽ ടു -15. ഇവിടെ എന്ത് വരും, ഇത് ഇൻഫീസിബിൾ ആയി പോവും. അപ്പോൾ ഇൻഫീസിബിൾ ആവുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ പറയുന്ന പ്രൂവ് ഉണ്ടെന്നാണ് പറയാം. അപ്പൊ അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു വാക്ക് പറയട്ടോ. ഇവിടെ പ്രൂവ്ഡ് ആവാതെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ഫാത്തോമഡ് എന്നാണ് കേട്ടോ. അതും കൂടി എഴുതി വെച്ചോളൂ, ഫാത്തോമഡ് എന്നാണ് ഇവിടെ. ഇനി വീണ്ടും ഈ ബ്രാഞ്ചിലേക്ക് വന്നു. ഈ ബ്രാഞ്ചിൽ വീണ്ടും എന്തുണ്ട്, ഒരു ഇൻഡിജർ അല്ലാത്തതുണ്ട്. സോ ഇതിനെ വീണ്ടും നമ്മൾ ബ്രാഞ്ച് ചെയ്തു. 1 1 2 1 1 1 1 2 1 2, ഇങ്ങനെ 2 ബ്രാഞ്ചസ് കിട്ടി. അപ്പൊ ഈ കൺസ്ട്രെയിന്റ് കൂടെ 2 കൺസ്ട്രെയിന്റ്, ഇതെന്താ, x2 എന്ന് പറയുന്നത് 9/4 ആണ്. 9/4 എന്ന് പറയുമ്പോൾ 2ന്റെയും 3ന്റെയും ഇടയിൽ വരും അല്ലേ. അപ്പോൾ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം വരും, ഇവിടെ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ഉം വരും. അപ്പോൾ ഇത്രയും നമ്മൾ വന്ന വഴിയിലുള്ള എല്ലാ കൺസ്ട്രെയിൻസും ഒപ്പം കൊണ്ടുവരണം. അതിൻ്റെ കൂടി ഈ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x1 ഈക്വൽ ടു 2 കിട്ടും, x2 ഈക്വൽ ടു 2 കിട്ടും. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് -14 കിട്ടും. ഇനി വീണ്ടും അപ്പോൾ ഇവിടെ എന്തായി, ഫാത്തോമഡ് ആയി അല്ലേ. നമുക്ക് ആൻസർ കിട്ടിയിട്ട് നമ്മൾ നിർത്തണം. അപ്പോൾ ഫാത്തോമഡ് ആണ്. ആൻസർ കിട്ടാണ്ട് നിർത്തുമ്പോഴാണ് പ്രൂവ്ഡ്. ഇനി ഇവിടെയോ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് വരും, വർക്കാണല്ലോ. ഇവിടെ നമുക്ക് ഈ വാല്യൂ, ഈ കൺസ്ട്രെയിൻ ആണ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ x1 x1 ഈക്വൽ ടു 1/2 കിട്ടും, x2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ലോവർ ബൗണ്ട് -27/2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. ഇവിടെ വെച്ച് ഫാത്തോമഡ് ആയി ഇത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ കിട്ടിയ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്, ഇവിടെ ഈ 2 തൊട്ട് മുകളിൽ കിട്ടിയതോ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടിയ 2 ലോവർ ബൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ, അതിനെക്കാട്ടിയും വലുതാണെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഇവിടെ കിട്ടിയ ലോവർ ബൗണ്ട് -27/2 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ലോവർ ബൗണ്ട് -14 ആണ്. ഏതാ വലുത്, ഇതാണ് വലുത് അല്ലേ. -27/2 ആണ് വലുത്. കാരണം 13 പോയിന്റ് സംതിങ് അത് കിട്ടുക, -14. അപ്പൊ ഏതാ വലുത്, -13 പോയിന്റ് സംതിങ് ആ വലുത്. അപ്പോൾ ഇവിടെ കിട്ടിയ ലോവർ ബൗണ്ടിനെക്കാട്ടി വലുതാണ് ഇതെങ്കിൽ നമ്മളിനി എത്ര ചെയ്താലും ഇത് തന്നെയായിരിക്കും ഏറ്റവും ചെറിയ ലോവർ ബൗണ്ട് വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രിയൂൺ ചെയ്യാം, എന്ന് വെച്ചാൽ അവസാനിപ്പിക്കാം. മനസ്സിലായോ. അപ്പൊ ഇൻഫീസിബിൾ ആവുമ്പോഴും പ്രിയൂൺ ചെയ്യാം. പിന്നെ കിട്ടിയ ലോവർ ബൗണ്ട്, മുന്നേ കിട്ടിയ ലോവർ ബൗണ്ടിനെക്കാട്ടി ചെറുതാണെങ്കിലും അല്ല വലുതാണെങ്കിൽ, വലിയ ലോവർ ബൗണ്ട് ആണ് കിട്ടിയെങ്കിലും നമുക്ക് പ്രിയൂൺ ചെയ്യാം. അപ്പൊ ഇവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ 2 ഫാത്തോമഡിൽ കിട്ടിയിട്ടുണ്ട്. അതില് ഇത് തന്നെയല്ലേ വലുത്, അല്ല ചെറുത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് -13 ആണ്, ഇവിടെ കിട്ടിയിരിക്കുന്നത് -14. നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 2, ലോവർ ബൗണ്ട് ഈക്വൽ ടു -14. ഈ എന്ന് പറയുന്ന ലാസ്റ്റ് നമുക്ക് ഫാത്തോമഡ് ആയിട്ട് കിട്ടിയ ഈ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ഇൻഡിജർ സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
എന്താ പറയുക, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ബ്രാഞ്ചസ് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് വേരിയബിൾ വരണമെങ്കിൽ സുഖമാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് അല്ല, ഒരു ഗ്രാഫ് വരച്ച് അതിന്റെ മുകളിൽ കൂടെ വേറെ വേറെ പുതിയ കൺസ്ട്രെയിൻസ് വരുമ്പോൾ അതിന് മുകളിൽ കൂടെ അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമുക്ക് ഇത് തന്നെയാണ് എന്തായിട്ട് വരേണ്ടത്, ഇത് തന്നെയാണ് നമുക്ക് എളുപ്പം. അതല്ല അത് വെച്ച് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം. അത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയണേ, അതും പഠിക്കണം ഇതും പഠിക്കണം കേട്ടോ. ഈ രണ്ട് മെത്തേഡാണ്. ഇപ്പോൾ ബ്രാഞ്ചിങ് ബൗണ്ട് മെത്തേഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊക്കെ തന്നെയാണ് ആൻസർ വരുന്നതെന്ന് നിങ്ങൾ ഗ്രാഫിക്കലി ആണെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നോക്കിക്കോളൂ. അത് വെറുതെ വായിച്ച് പോകരുത് കേട്ടോ. ഇങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ബ്രാഞ്ച് വരുന്നത്, അതല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മീൻസ് ഇപ്പം നമ്മൾ എഴുതുന്നതല്ല, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്ന് സംഭവിച്ചെന്നിരിക്കാം. അതുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് ഇങ്ങനെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തോളാം. കാരണം പ്രോബ്ലം ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സ്ക്രീനിൽ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയണേ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇൻഡിജർ പ്രോഗ്രാമിംഗ് ഈ രണ്ട് മെത്തേഡും ഈ രണ്ട് പ്രോബ്ലംസും നന്നായി പഠിക്കുക. ആൻഡ് ഈ രണ്ട് മെത്തേഡ് തന്നെയാണ് അതിൽ ഈ രണ്ട് പ്രോബ്ലംസ് നന്നായി പഠിക്കുക. ഇത് തന്നെയാവില്ലല്ലോ ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഇനി ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി പഠിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻഡിജർ പ്രോഗ്രാം. ഇനി ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിന്റെ ജനറൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ടെക്സ്റ്റ് നോക്കി വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിലിപ്പോൾ എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനായിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കാം കേട്ടോ.